ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. നമ്മളെ പിടികൂടുന്ന അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് വരുന്ന ഏതൊരു രോഗവും, പ്രത്യേകിച്ച് പനി ആയിക്കോട്ടെ, ചുമ, കഫക്കെട്ട്, ജലദോഷം, ശ്വാസം മുട്ടൽ, ഇല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ, ശരീരത്തിൽ വരുന്ന നീർക്കെട്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ വയറുവേദന ആയിക്കോട്ടെ, ഏതാണെങ്കിലും കൂടുന്നത് രാത്രിയാണ്. പകൽ പൊതുവേ വലിയ കുഴപ്പമൊന്നും കാണത്തില്ല, പക്ഷേ വൈകുന്നേരം ഒരു 6-7 മണിയാകുമ്പോൾ തുടങ്ങി അസ്വസ്ഥത തുടങ്ങും. അതിപ്പോൾ പനി ആയിക്കോട്ടെ, പതുക്കെ രാത്രിയാകുമ്പോൾ കൂടി തുടങ്ങുന്നതാണ്. കൊച്ചു കുട്ടികൾക്കെല്ലാം തന്നെ പകൽ ഓടിക്കളിച്ച് കുഴപ്പമൊന്നുമില്ല, വൈകുന്നേരം ആകുമ്പോൾ ചുമ അങ്ങോട്ട് തുടങ്ങും. കിടത്തി കഴിഞ്ഞാലോ പിന്നെ തൊണ്ട കുത്തി ചുമ, ഇറിറ്റേഷൻ, ബുദ്ധിമുട്ട്, കഫം, ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ. പലപ്പോഴും ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് വേദനയോ നീർക്കെട്ടോ ഉണ്ടെങ്കിലോ രാത്രിയാകുമ്പോൾ ഈ വേദന കൂടുന്നതാണ് അല്ലേ. ഇങ്ങനെ എന്തുകൊണ്ടാണ്? ഇപ്പോൾ പകലും രാത്രിയും എല്ലാം നമ്മൾ ഒരേപോലെയാണ് മുന്നോട്ട് പോകുന്നത്, ഫേസ് ചെയ്യുന്നത്. പകലത്തെക്കാട്ടി നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയവും രാത്രിയാണ്. പക്ഷേ ഏതൊരു രോഗവും കൂടുന്നത് രാത്രിയാണ് അല്ലേ. ഈ രാത്രി അസുഖങ്ങൾ കൂടാനുള്ള കാരണം എന്താണെന്നും ഇങ്ങനെ കൂടുന്ന അസുഖങ്ങൾ എന്തെല്ലാമാണെന്നും പ്രധാനമായിട്ടും പറഞ്ഞുതരാം. ഒന്നാമത്തെ കാരണം, ഇത് കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം മനുഷ്യ ശരീരത്തിൻ്റെ സെർക്കേഡിയൻ ഋതമാണ്. സെർക്കേഡിയൻ ഋതം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ശരീരത്തിനകത്തെല്ലാം തന്നെ ഒരു ബയോളജിക്കൽ ക്ലോക്കുണ്ട്. നമ്മൾ എപ്പോൾ എഴുന്നേൽക്കണം, എപ്പോൾ കൃത്യമായിട്ട് ടോയ്ലറ്റിൽ പോകണമെന്നൊരു തോന്നൽ വരണം, കൃത്യസമയത്ത് നമ്മൾ വാച്ച് നോക്കിയില്ലെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ രാവിലെ 6 മണിയാകുമ്പോൾ കണ്ണുറക്കുന്നതാണ്, ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ വിശപ്പ് വരുന്നതാണ് അല്ലേ. ഇങ്ങനെ ശരീരത്തിനകത്ത് വർക്ക് ചെയ്യുന്നൊരു ക്ലോക്കുണ്ട്. ഈ ക്ലോക്കിൻ്റെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് പലപ്പോഴും രാത്രിയാകുന്ന സമയത്ത് ശരീരത്തിൽ ഈ മാറ്റങ്ങൾ വരുന്നതും നമ്മളെ ബാധിക്കപ്പെടുന്ന ഒരു രോഗം രാത്രി കൂടുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഉള്ള രോഗപ്രതിരോധ ശേഷിയാണ്. പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് പകലുള്ളതിനെക്കാട്ടിയും കൂടുതൽ ആക്റ്റീവായിരിക്കുന്നത് രാത്രിയാണ്. ഈ പ്രതിരോധ ശേഷിയുടെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആൻറ്റിബോഡി റെസ്പോൺസ് കൂടുതലായിരിക്കും. നമ്മുടെ ബ്ലഡ് സെൽസ്, പ്രത്യേകിച്ച് WBC വെള്ള രക്താണുക്കൾ കൂടുതലായിട്ട് ആക്റ്റീവായി വരും. അവ കൂടുതലായിട്ട് രക്തത്തിലേക്ക് റിലീസ് ചെയ്യപ്പെടും. നമ്മുടെ ശരീരത്തിൽ തലച്ചോറിനകത്തെല്ലാം തന്നെ ഈ ഒരു ഇമ്മ്യൂണിറ്റി കൂടുതൽ ഉണ്ടാക്കുന്ന സൈറ്റോകിൻസ് എന്ന് പറയുന്ന പ്രോട്ടീൻസ് കൂടുതലായിട്ട് ലിബറേറ്റ് ചെയ്യപ്പെടും. ഇതെല്ലാം തന്നെ ആക്ടിവേറ്റ് ആകുന്നത് രാത്രിയാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ ആക്ടിവേറ്റ് ആകുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന രോഗാണുക്കളെ തുരത്തുന്നതിന് വേണ്ടി ശരീരം ശക്തമായിട്ട് ഫൈറ്റ് ചെയ്യും. പലപ്പോഴും പല രോഗങ്ങളും നമ്മൾ കണ്ടിട്ടില്ലേ, നന്നായിട്ടൊന്ന് ഉറങ്ങിയാൽ മാറും എന്ന് പറയുന്നില്ലേ. നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ പ്രതിരോധ കോശങ്ങൾ ആക്ടിവേറ്റായി നമ്മുടെ ശരീരത്തിലുള്ള രോഗാണുക്കളെ തുരത്തുന്നത്. പ്രതിരോധ കോശങ്ങൾ ആക്ടിവേറ്റ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ചൂട് വർദ്ധിച്ചു എന്ന് വരാം, നമുക്കുള്ള അസുഖങ്ങൾ ഒരല്പം വർദ്ധിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇതും നമുക്ക് രാത്രി അസുഖം കൂടുതൽ ഫീൽ ചെയ്യുന്നതിൻ്റെ കാരണമാണ്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യപ്പെടുന്ന ചില ഇനം ഹോർമോണുകളാണ്. പ്രധാനമായിട്ടും കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ. കോർട്ടിസോളിനെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ളത് സ്ട്രെസ് ഹോർമോൺ, ടെൻഷൻ ഹോർമോണൊക്കെ ആയിട്ടാണ്. എന്നാൽ കോർട്ടിസോൾ ടെൻഷൻ ഹോർമോൺ എന്നതുപോലെ തന്നെ ഈ കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയിലും ഗണ്യമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പകൽ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് ഈ കോർട്ടിസോൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുകയും ഈ കോർട്ടിസോളിന് ടെൻഷൻ ഉള്ളപ്പോൾ വരുന്ന സ്ട്രെസ് ഹോർമോൺ എന്നുള്ളത് മാത്രമല്ല, ഇതിന് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ കൂടിയുണ്ട്. അതായത് കോർട്ടിസോൾ ഹോർമോൺ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ കോശങ്ങൾ അത്യാവശ്യം ഒന്ന് വർക്ക് ചെയ്യുകയും നീർക്കെട്ട് പോലുള്ള കണ്ടീഷൻസിനെ കുറച്ച് നിർത്തുകയും ചെയ്യും. പകൽ ആണ് കോർട്ടിസോൾ കൂടുതലായിട്ടും റിലീസ് ചെയ്യുന്നത്. നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. രാത്രി കോർട്ടിസോൾ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ, അതായത് നീർക്കെട്ടിനെ പിടിച്ചു നിർത്തുന്ന ആക്ഷൻ വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് എന്ത് പറ്റും? രാത്രിയാകുമ്പോൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ശരീരത്തിൽ വല്ലാണ്ട് കൂടിയെന്ന് വരാം. പ്രധാനമായിട്ടും നമ്മുടെ ജോയിൻസിനൊക്കെ എല്ലാം വേദന വന്നു എന്ന് വരാം. നമ്മുടെ ശരീരത്തിൽ ഈ പല നീർക്കോള് പോലുള്ള കണ്ടീഷൻസ് കൂടിയെന്ന് വരാം. രോഗങ്ങൾ വല്ലാണ്ട് വർദ്ധിച്ച് വേദനയും മറ്റും അസ്വസ്ഥതയും കൂടിയെന്ന് വരാം. അതുകൊണ്ടാണ് നമുക്ക് രാത്രി കോർട്ടിസോളിൻ്റെ കുറവ് ഒരു പ്രധാന കാരണമാണ്. അടുത്ത കാരണം എന്ന് പറയുന്നത് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവും രാത്രി കുറയും. അഡ്രിനാലിൻ എന്ന് പറയുന്ന ഈ ഹോർമോണാണ് നമ്മുടെ രക്തക്കുഴലിനെയും നമ്മുടെ ശരീരത്തിലുള്ള ഈ ശ്വാസനാളത്തെ എല്ലാം വികസിപ്പിച്ച് നിർത്തുന്നത്. എന്നാൽ രാത്രിയിൽ അഡ്രിനാലിൻ കുറയുന്നതുകൊണ്ട് എന്ത് പറ്റും? ഈ വികസനം എന്ന് പറയുന്നത് നടക്കത്തില്ല. ഇതെല്ലാം ചെറുതായിട്ട് ചുരുങ്ങി വരും. മൂക്ക് രാത്രി ചുരുങ്ങിയിരുന്നുള്ള അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ, മൂക്കളയും. നമ്മുടെ ശ്വാസനാളം ചുരുങ്ങിയിരുന്ന അറിയാമല്ലോ, ചുമ വരും. നമുക്ക് അതോടൊപ്പം തന്നെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. ഇനി രാത്രി അസുഖങ്ങൾ കൂടുന്ന മറ്റൊരു കാരണം നമ്മുടെ തലച്ചോറിലുള്ള ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നത്. സാധാരണഗതിയിൽ അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടുതലായിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ഹൈപ്പോതലാമസ് ഒരല്പം കുറച്ച് നിർത്തും, നമ്മുടെ ശരീരത്തിൻ്റെ കൂൾ ഫീൽ നിലനിർത്തുന്നതിന് വേണ്ടി. എന്നാൽ അന്തരീക്ഷത്തിൻ്റെ ക്ലൈമറ്റ് തണുപ്പാകുന്ന സമയത്ത് പൊതുവേ രാത്രിയിൽ സൂര്യപ്രകാശമില്ല, അതുകൊണ്ട് ക്ലൈമറ്റ് പൊതുവേ നിങ്ങൾക്കറിയാമല്ലോ ടെമ്പറേച്ചർ കുറയും. അതേപോലെ തണുത്ത ക്ലൈമറ്റ് ആണെങ്കിലോ മഴയാണെങ്കിലോ എല്ലാം തന്നെ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ തണുപ്പാകുമ്പോൾ ഈ ഹൈപ്പോതലാമസ് നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ അല്പം വർദ്ധിക്കും. ഓൾറെഡി നമുക്ക് ഈ ടെമ്പറേച്ചറിൻ്റെ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ്റെ ഒക്കെ ആയിട്ടുള്ള അസുഖങ്ങളുണ്ട്. അതോടൊപ്പം ചൂടൊരല്പം കൂടുമ്പോഴോ നിങ്ങൾക്ക് ഉള്ള അസുഖങ്ങൾ ഒരല്പം കൂടുന്നതായിട്ട് ഫീൽ ചെയ്യും. പലപ്പോഴും
രാത്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റ് നല്ല തണുപ്പാകുമ്പോഴെല്ലാം തന്നെ ചെറിയ കുട്ടികളെ തൊട്ട് നോക്കുമ്പോൾ അയ്യോ പനിയുണ്ടോ, കുട്ടികൾക്ക് ചൂടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഓടിപ്പോയി പനിയുടെ മരുന്ന് കൊടുക്കുന്നതാണ്. പക്ഷേ അവർക്ക് തെർമോമീറ്റർ വെച്ച് നോക്കുമ്പോൾ വലിയ ടെമ്പറേച്ചറില്ല. അതിന് കാരണം ഈ തെർമോസ്റ്റാറ്റ് ആക്ഷനാണ്. അന്തരീക്ഷം തണുപ്പാകുമ്പോൾ കുട്ടികൾക്കും എല്ലാം തന്നെ ഒരല്പം ചൂട് ഫീൽ ചെയ്യുന്നുള്ള കാര്യം എല്ലാ മാതാപിതാക്കളും ഓർത്തിരിക്കേണ്ടതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ പൊസിഷനാണ്. പകല് നമ്മൾ പൊതുവെ നിന്ന് വർക്ക് ചെയ്യുകയും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും. നമ്മൾ ഈ പൊസിഷനിൽ നിവർന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസനാളം എല്ലാം സ്ട്രൈറ്റ് പൊസിഷനിലായിരിക്കും. ഇവിടെ എന്തെങ്കിലും കഫം ശ്വാസനാളത്തിലോ ശ്വാസകോശത്തിലോ നമ്മുടെ ഈ തൊണ്ടക്കുഴിയിലോ എല്ലാം ചെറിയ കഫമൊക്കെ ഉണ്ടായിരുന്നാലും ഇത് നമുക്ക് വിഴുങ്ങിപ്പോവുകയോ ബാക്കി ഭാഗത്തേക്ക് ഇതങ്ങ് ഇറങ്ങിപ്പോകും. താഴേക്ക് ഒരു ഗ്രാവിറ്റി ആക്ഷൻ ഉണ്ട്. നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് പലപ്പോഴും ഈ ഭാഗത്തുള്ള കഫം താഴേക്ക് പോകാതെ ഇവിടെ തന്നെ കെട്ടി നിൽക്കും. അത് ശ്വാസനാളത്തിലായിക്കോട്ടെ ഇല്ലെങ്കിൽ മൂക്കിനകത്തായിക്കോട്ടെ ഇത് കെട്ടി നിൽക്കുന്ന അടഞ്ഞിട്ട് ഭയങ്കര ഇറിറ്റേഷനും ബുദ്ധിമുട്ടും നമ്മുടെ അസ്വസ്ഥതകളെല്ലാം വല്ലാണ്ട് കൂടിയെന്ന് വരാം. രാത്രികളിൽ പലപ്പോഴും ഈ ബുദ്ധിമുട്ട്, അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അഡ്രിനാലിൻ കുറയുന്നതുകൊണ്ട് മൂക്കിനകത്തുള്ള ആ ട്യൂബും ചെറുതായിട്ട് അടയും. നമ്മുടെ ഈ ബ്രോങ്കസ് അതായത് ശ്വാസകോശത്തേക്കുള്ള ശ്വാസനാളവും ചെറുതായിട്ട് അടയും. അപ്പോഴും ഈ കഫം എല്ലാം കൂടെ ചേർന്ന് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കും. ഇതുകൊണ്ടാണ് രാത്രിയാകുമ്പോൾ മൂക്കടപ്പ് കൂടുന്നത്, ജലദോഷം കൂടുന്നത്, ശ്വാസമുട്ടൽ, ആസ്മ എല്ലാം രാത്രിയാകുമ്പോൾ കൂടുന്നത്. ഈ കിടക്കുന്ന പൊസിഷനിൽ തൊണ്ടയ്ക്ക് വരുന്ന കഫം പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ആമാശയത്തിനകത്തുള്ള ആസിഡും കഴിക്കുന്ന ഭക്ഷണങ്ങളും. പലപ്പോഴും രാത്രി ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയായിട്ട് ദഹിക്കത്തില്ല. ഇത് വയറിനകത്ത് തന്നെ ഉണ്ടാവും. ഇത് വച്ചുകൊണ്ടായിരിക്കും നമ്മൾ കിടക്കുന്നത്. നമ്മൾ പലപ്പോഴും ഒരു കുപ്പിക്കകത്ത് അടപ്പില്ലാതെ ചരിച്ചു വെച്ചാൽ എന്ത് പറ്റും, അതിനകത്തുള്ള വസ്തുക്കൾ, അതിനകത്തുള്ള വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകും ഇല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ആമാശയം നിറഞ്ഞിരിക്കുന്നു. അതും വെച്ചുകൊണ്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ ആമാശയത്തിൽ നിന്നും ആസിഡ്, പകുതി ദഹിച്ച ഭക്ഷണങ്ങൾ, ദ്രവരൂപത്തിലുള്ള ഭക്ഷണങ്ങളും എരിവും പുളി എല്ലാം കൂടെ നേരെ മുകളിലേക്ക് അന്നനാളത്തിലൂടെ മുകളിലേക്ക് ഇങ്ങനെ കയറി തൊണ്ടക്കുഴി ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യും. തൊണ്ട കുത്തി ചുമ അനുഭവപ്പെട്ടു എന്ന് വരാം. ഇല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ നെഞ്ചരിച്ചൽ കൂടിയെന്ന് വരാം. ഇതെല്ലാം ഈ പൊസിഷൻ്റെ മാറ്റം കൊണ്ട് സംഭവിക്കുന്ന ഘടകങ്ങളാണ്. ഇനി മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ രാത്രി കിടക്കുന്ന ഏരിയയാണ്. രാത്രി നമ്മൾ മുറിയിൽ കിടക്കുന്ന സമയത്ത് മുറിക്കകത്തുള്ള വസ്തുക്കൾ, ഇപ്പോൾ നമ്മൾ രാത്രി ഫാനിട്ട് കിടക്കുന്നു, മുറിക്കകത്ത് പലവിധ പൊടിയുടെ ഘടകങ്ങളുണ്ട്. ഇപ്പോൾ മുറിക്കകത്ത് പൊടിയുണ്ട്, അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നുള്ള ചെറിയ ചെറിയ മാറാല ഘടകങ്ങളുണ്ട്, നമ്മുടെ കിടക്കയ്ക്കകത്തുള്ള ഡസ്റ്റ് മൈറ്റ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ രാത്രി കിടക്കുമ്പോഴായിരിക്കും നമ്മളെ കൈ കിട്ടുന്നത്, നമ്മളിതെല്ലാം കൂടെ അറ്റാക്ക് ചെയ്യുന്നതും. ഇതും രാത്രി അസുഖങ്ങൾ കൂടുന്നതിൻ്റെ കാരണമാണ്. ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ രാത്രി അസുഖം വരുന്നത്. ഇതൊന്നുമല്ലാതെ തന്നെ ഒരല്പം ടെൻഷനുള്ള ആൾക്കാരാണെങ്കിൽ, അമിതമായിട്ട് ടെൻഷൻ, ആങ്സൈറ്റി ഡിസോർഡർ, ഡിപ്രഷൻ പോലുള്ള പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക്, ഒരല്പം പേടി കൂടുതലുള്ള ആൾക്കാർക്കെല്ലാം തന്നെ രാത്രിയാകുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഇറിറ്റേഷൻ കൂടുകയും അവർക്ക് ക്രമേണ ഈ ആങ്സൈറ്റി ഉത്കണ്ഠ എല്ലാം കൂടുകയും ചെയ്യും. അവർക്കൊരു ചെറിയ ജലദോഷം ഉണ്ടെങ്കിലോ ചുമയുണ്ടെങ്കിലോ ഇവരെ ഇത് ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുകയും രാത്രിയാകുമ്പോൾ ഈ ആങ്സൈറ്റിയും കൂടെ കൂടുതലുള്ളതുകൊണ്ട് ഭയങ്കര വെപ്രാളം, ബുദ്ധിമുട്ട്. പലപ്പോഴും രാത്രിയാകുമ്പോൾ നെഞ്ച് പടപടായിടിക്കുന്നു. രാത്രി വീട്ടുകാരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ആശുപത്രിയിൽ പോയി ECG നോക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അതെല്ലാം രാത്രിയിലുണ്ടാകുന്ന ഇത്തരത്തിൽ അസ്വസ്ഥതയും ടെൻഷനും എല്ലാം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഈ തരത്തിലാണ് പലപ്പോഴും രാത്രി ആൾക്കാർക്ക് അസുഖം കൂടുകയൊക്കെ ചെയ്യുന്നത്. ഇനി ഏതെല്ലാം അസുഖങ്ങളാണ് രാത്രി കൂടുന്നതെന്നറിയാമോ? പ്രധാനമായിട്ടും റെസ്പിറേറ്ററി ഡിസീസസ്, ജലദോഷം, തൊണ്ടവേദന, ചുമ, കഫക്കെട്ട്, സൈനസൈറ്റിസ്, ചെവി വേദന, അതേപോലെ നമ്മുടെ ശ്വാസനാളത്തിൽ വരുന്ന താഴത്തെ ഭാഗത്തുള്ള ചുമ, കഫക്കെട്ട് പോലെ തന്നെ ആസ്മ രോഗം, COPD അതായത് ശ്വാസകോശത്തിന് വരുന്ന ഇൻഫെക്ഷൻസ്, ഇതെല്ലാം രാത്രിയാകുമ്പോഴായിരിക്കും കൂടുന്നത്. സന്ധിവാതം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, SLE പോലുള്ള കണ്ടീഷൻസ്, ജോയിൻസിന് ഏതെങ്കിലും തരത്തിലുള്ള നീർക്കെട്ട് വരുന്ന അവസ്ഥകൾ, നിങ്ങൾക്ക് കാലിലോ ശരീരത്തിലോ എവിടെയെങ്കിലും സെല്ലുലൈറ്റിസ് ഉണ്ട്, ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം രാത്രിയാകുമ്പോഴായിരിക്കും കൂടുക. പനി ഓഫ് കോഴ്സ് രാത്രിയാണ് കൂടുന്നത്. കൂടാതെ ദഹന സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്, ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ്, ഗേഡ് എന്നൊക്കെ പറയത്തില്ലേ, നെഞ്ചരിച്ചിൽ, പുളിച്ചു തേട്ടൽ, ഏമ്പക്കം, ഇതെല്ലാം രാത്രിയായിരിക്കും വർദ്ധിക്കുന്നത്. അലർജി രോഗം, വിട്ടുമാറാതെ തുമ്മൽ, ജലദോഷം, മൂക്കടപ്പോലുള്ള പ്രോബ്ലംസ്, ഈ അലർജി രോഗങ്ങളെല്ലാം, ഹേ ഫീവർ എന്നൊക്കെ വിളിക്കുന്ന എല്ലാം രാത്രിയാണ് കൂടുന്നത്. ശരിയായിട്ട് ഇതെല്ലാം ട്രീറ്റ് ചെയ്ത് മാറ്റുമ്പോഴേ ഗ്രാജ്വലി രാത്രിയുള്ള പ്രോബ്ലംസ് കുറഞ്ഞു വരത്തുള്ളൂ. കുട്ടികൾക്കാണെങ്കിൽ പോലും വളരെയധികം മാതാപിതാക്കളെ അലട്ടുന്ന പ്രശ്നങ്ങളാണ് ഞാനിവിടെ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ട് ഈ സത്യാവസ്ഥ എന്താണ് രാത്രി സംഭവിക്കുന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സത്യം എല്ലാവരും മനസ്സിലാക്കട്ടെ. രാത്രി അനാവശ്യമായിട്ട് ടെൻഷൻ അടിച്ച് വെപ്രാളപ്പെടുന്ന ആൾക്കാരും കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.